Watch India's largest kids library only on Jio Hotstar. Download the app now. വാ പോയി നോക്കാം അവിടെ എന്താ നടക്കുന്നതെന്ന്. വഴിന്ന് മാറി നിൽക്കണോ? നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാൻ ആനന്ദ്ഗഡിലെ മഹാറാണിയാണ്. രാജകാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു രാജകുമാരനെ ആവശ്യമുണ്ട്. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ, എല്ലാരും ഇവിടെ ശ്രദ്ധിക്കൂ. ആ മരത്തിൽ ഒരു കുടം കെട്ടിയിട്ടിട്ടുണ്ട്. അതിൽ കണ്ണ് രണ്ടും മൂടിയതിനു ശേഷം വടി ഉപയോഗിച്ച് അടിച്ചു പൊട്ടിക്കണം. ആരാണോ കുട അടിച്ചു പൊട്ടിക്കുന്നത് അയാളായിരിക്കും ആനന്ദ്ഗഡിന്റെ രാജകുമാരൻ. പൊളിക്കടുത്തല്ല, മൺകുടം പൊട്ടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. ഞാൻ രാജകുമാരനാവും. എന്റെ രോഗികളാണെങ്കിൽ സത്യം രാജകുമാരനൊക്കെ പറഞ്ഞാല് എന്നെ പോലെ നല്ല ബുദ്ധിയുള്ളവർക്കേ പറ്റത്തുള്ളൂ. എന്റെ അമ്മോ, നിങ്ങൾ എന്തിനാ വെറുതെ വഴക്കൂടുന്നത്? The name is ചെങ്കം, പ്രിൻസ് ചെങ്കം. ഞാനാവും രാജകുമാരൻ. എല്ലാവരും കൂടി ഇതിലെങ്ങനെ പകൽ സ്വപ്നം കാണുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ശരിക്കുള്ള രാജകുമാരൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അത് മറക്കരുത്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. ജോൺ, നീ ഡോൺ ആയിട്ട് തന്നെ ഇരുന്നാ മതി. രാജകുമാരനൊക്കെ ഞാൻ ആയിക്കോളാം, അല്ലേ പത്ലു? എന്താ എനിക്കെന്താ ഒരു കുറവ്? എനിക്കെന്താ ആയിക്കൂടെ? മത്സരം ആരംഭിക്കട്ടെ. ശരി, കുടമടിച്ചു പൊട്ടിക്ക്. The name is ചെങ്കം, പ്രിൻസ് ചെങ്കം. ഞാനാവും രാജകുമാരൻ. എന്റെ അമ്മോ, എന്റെ വടി എന്നെ തന്നെ തിരിച്ചു തള്ളുന്നു. എന്റെ അമ്മച്ചി. എന്റെ മോട്ടൊരു പണക്കാരനാകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവനെ സഹായിക്കാം. ആദ്യം എന്റെ കൂട്ടുകാരൻ മോട്ട് മത്സരിക്കും. മോട്ടു ഒരവസരം മാത്രമേ കിട്ടൂ, എന്തെങ്കിലും ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഈ മൺപാന എന്റെ മുൻപിലാണോ പുറകിലാണോ എന്ന് പോലും എനിക്ക് അറിയില്ല പത്ലു. എന്താ ചെയ്യാ? ഐഡിയ. മഹാറാണി, ഒരു മിനിറ്റ്. ഈ മൺകുടം കാറ്റിൽ കിടന്ന് ആടുകയാണ്. മണം മണം എന്നും പറഞ്ഞ് വേഗം പറന്നു വാ മോട്ടു. എവിടെ നിന്നും മണം വരുന്നു അവിടെ നോക്കി വീശുമോട്ടു. അവിടെ നോക്കി വീശുമോട്ടു. നല്ല മണം. അഭിനന്ദനങ്ങൾ മോട്ടു. ഞങ്ങൾ നിന്നെ പോലെ ഒരു രാജകുമാരനെയാണ് അന്വേഷിച്ചിരുന്നത്. നിന്നെ പോലെ ഒരുത്തനെ ഞങ്ങളുടെ രാജകാര്യങ്ങൾ ചെയ്യാനായി സാധിക്കൂ. രാജകുമാരൻ മോട്ടുവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ. പത്ലു വരൂ, ഇന്നു മുതൽ നമ്മുടെ പട്ടിണിക്കാലമൊക്കെ തീരുവാ. കൊട്ടാരത്തിലേക്ക് മോട്ടുവിന് മാത്രമേ പ്രവേശനമുള്ളൂ. സാധാരണ ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. ഓൾ ദ ബെസ്റ്റ് മോട്ടു. രാജകുമാരൻ എന്താ സംഭവിച്ചു? ആരെങ്കിലും വരൂ, ഒന്ന് സഹായിക്കൂ, സഹായിക്കൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല മഹാറാണി. ഇത്രയും വലിയ പട്ടുമെത്തയിൽ കിടക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല. അതുകൊണ്ടാ ഇങ്ങനെ തറയിൽ കിടന്ന് ഉറങ്ങിയത്. ഫോർക്ക് ഇങ്ങനെ പിടിക്കണം, പിന്നെ കത്തി പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. പക്ഷെ മുകളിലുള്ളവൻ ഭക്ഷണം കഴിക്കാനല്ലേ നമുക്ക് കൈ തന്നിരിക്കുന്നത്. പിന്നെന്തിനാ ഈ കമ്പും കോലും ഒക്കെ വെച്ച് കഴിക്കുന്നേ?
കുമാര ഇങ്ങനെ വലിച്ചു വാരി കഴിക്കരുത്. രാജകൊട്ടാരത്തിലെ ഭക്ഷണ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ശരി മഹാറാണി, എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ. സോറി സോറി. നീ ഇത് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോവാ മോനെ? മോട്ടുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാ. കുമാര ഇരിപ്പിടത്തിൽ പോയിരുന്ന് കഴിക്കൂ. ശരി മഹാറാണി. കുമാര കുമാര മഹാറാണി, ഈ ഡാൻസ് ഒക്കെ ഞാനിതിനെ പഠിക്കുന്നേ. ഇത്തരം നൃത്തം ഒരു രാജകുമാരൻ അഭ്യസിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ എന്റെ നാടോടി നൃത്തം കളിക്കുന്നതിനെ കൊണ്ട് എന്താ കുഴപ്പം? നിങ്ങൾ എന്റെ കൂട്ടുകാരൻ പത്ലുവിനെ വിളിപ്പിക്കേ. ഞങ്ങൾ രണ്ടുപേരും ഒരിക്കൽ ജോഡി നമ്പർ 1 കോമ്പറ്റീഷനിൽ വരെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നൃത്തം കണ്ടാലേ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവും. കുമാര എന്താ ചെയ്യാൻ പറഞ്ഞത് അതുപോലെ ചെയ്യൂ. കൊട്ടാരത്തിലേക്ക് ഒരു സാധാരണക്കാരനെ കൊണ്ടുവരാൻ കഴിയില്ല. വരൂ രാജകുമാര. സോറി സോറി, ഒരിക്കൽ കൂടി. സോറി, ഐ എം സോറി. ഞാൻ നിങ്ങളെ ഇപ്പൊ സുഖിപ്പിച്ചു തരാം. ഓ അങ്ങനെയല്ല കുമാര. എനിക്കിതിൽ ഓടാൻ പറ്റുന്നില്ല. നിങ്ങൾ എനിക്കൊരു 2-3 സമൂസതാ, എന്നിട്ട് നോക്കിക്കോ ഞാൻ എങ്ങനെയാ ഓടുന്നെന്ന്. സമൂസേ 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 സമൂസേ. പൊളിച്ചേ. ഓ, നിർത്തൂ രാജകുമാര. മോട്ട് കൂടെയില്ലാത്ത ജീവിതത്തിന് ഒരു രസവും ഇല്ല. നല്ല മണം. കുമാര അവിടെ നിൽക്കൂ. പിടിക്കവനെ. കൊട്ടാരത്തിന്റെ വാതിലടയ്ക്കൂ. വാതിലടയ്ക്കൂ. കുമാരനെ തടയൂ. മോട്ടോ ഇത് കണ്ടോ? നിനക്ക് വേണ്ടി ചൂടുള്ള സമൂസ ഞാൻ കൊണ്ടുവന്നിരിക്കുക. വേഗം കഴിച്ചിട്ട് തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ മഹാറാണി വളരെയധികം ദേഷ്യപ്പെടും. മോട്ടു, നിൽക്ക് ഇവിടെ. മോട്ടു, നിൽക്കാനാ പറഞ്ഞേ. മോട്ടു. മോട്ടു ഇതാ നോക്കൂ. ഈ കാണുന്നതെല്ലാം നിന്റേതാണ്. ഈ കൊട്ടാരം നിന്റേതാണ്. എല്ലാം നിനക്ക് വേണ്ടിയാണ്. തിരിച്ചു വരൂ. മഹാറാണി, നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരൻ പത്ലുവും പിന്നെ ഫുർഫുർ നഗരത്തിലെ നാട്ടുകാരുമാണ്. ബൈ ബൈ, ടാറ്റ, സീ യു, താങ്ക് യു. കോടിക്കണക്കിന് സ്വത്തിനോട് ബൈ ബൈ ടാറ്റ സീ യു നോ. എങ്ങനെ എങ്ങനെ? मोटू और पतलू की जोड़ी
Watch India's largest kids library only on Geo Hotstar. Download the app now.